ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോഴേ നമ്മുടെ ഇവിടെ ഇന്നും ഉച്ച കഴിഞ്ഞപ്പോൾ മഴയാണ് കേട്ടോ. അവിടേക്ക് എങ്ങനെയാണ്, മഴയുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം. നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടതാണ് മുത്തശ്ശൻ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലനാവുന്നു. എത്ര കാലം ഇനി മുത്തശ്ശൻ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാലഘട്ടം കഴിഞ്ഞാലും നിങ്ങൾ ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി പിരിയാതെ ജീവിക്കണം എന്നൊക്കെ മക്കളോടും കൊച്ചുമക്കളോടും മരുമക്കളോടും ഒക്കെ അഡ്വൈസ് ചെയ്യാണ് മുത്തശ്ശൻ. അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശനും അതുപോലെ തന്നെ ജയ്യനും പിന്നെ അതുപോലെ തന്നെ അനിയൊക്കെ പറയുകയാണ്, മുത്തശ്ശി ഇങ്ങനെയൊന്നും പറയില്ലേ, ഞങ്ങൾ മുത്തശ്ശനെയും മുത്തശ്ശിയും ഇങ്ങോട്ട് വിടില്ല, ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, നിങ്ങളെപ്പോഴും ചേർത്ത് ഞങ്ങൾ പിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ്, എന്തായാലും ഫംഗ്ഷനൊക്കെ അതിഗംഭീരമായിരുന്നു, ഇനി നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഫോട്ടോ കൊടുക്കാം, മുത്തശ്ശനോടും മുത്തശ്ശിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ ഫാമിലികളായിട്ട് നമുക്ക് ഫോട്ടോ കൊടുക്കാമെന്ന് പറയാണ്. അങ്ങനെ ഓരോ കപ്പിൾസും വന്ന് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആദർശിൻ്റെയും നയനയുടെയും ഊഴം വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കുറച്ച് അകന്ന് നിന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അതേസമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുകയാണ്, നിങ്ങൾ എന്തിനാ അകന്ന് നിൽക്കണം, നിങ്ങൾ കുറച്ച് ചേർന്ന് നിൽക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശനെയും മുത്തശ്ശിനെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ആദർശ് നയനയെ ചേർത്ത് പിടിച്ച് തോളത്ത് കൈയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി. അറിയാം ഇത് മുത്തശ്ശനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാലും നയന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തപ്പോൾ നയനയ്ക്ക് ഭയങ്കര അധികം ഹാപ്പി ആവുകയാണ് കേട്ടോ. പക്ഷെ നയനയെ ആദർശ് ചേർത്ത് പിടിച്ചത് കണ്ടിട്ട് ദേവയാനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. തൻ്റെ മോൻ അവളോട് ചേർന്ന് നിൽക്കുന്നതൊന്നും ദേവയാനിക്ക് ഉൾക്കൊള്ളാനായിട്ടേ സാധിക്കുന്നില്ല. അടുത്ത സീനിൽ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. എല്ലാവരും ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പാർട്ടിയൊക്കെ കഴിഞ്ഞെത്തിയിട്ട് എല്ലാവരും വിശ്രമിക്കുകയാണ്. അതേസമയം തന്നെ അബിക്ക് ഉറക്കം വരുന്നില്ല. നവ്യ അടുത്ത് കിടന്ന് ഉറങ്ങുന്നുമുണ്ട്. അപ്പോൾ അബി വിചാരിക്കുകയാണ്, രാവിലെ ഇവർക്ക് ജ്യൂസ് കൊടുത്താണല്ലോ, ഇവർക്ക് യാതൊരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചില്ലേ, ഇതെന്താണോ ഇനി ഇതെങ്ങാനും മരുന്നെങ്ങാനും മാറിപ്പോയോ, എന്തായാലും ഇവളുടെ വയറിനൊന്ന് തൊട്ട് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അബി നവ്യയുടെ വയറിൽ ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. തൊട്ടതും ഉറങ്ങിക്കിടക്കുന്ന നവ്യ അങ്ങോട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കാണ്. എന്താ നീ കാണിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ബോധബുദ്ധിയൊന്നുമില്ലേ, നിനക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അഭി ചോദിക്കുകയാണ്, അല്ല നവ്യേ, നിനക്ക് വല്ല വയറുവേദനയുണ്ടോ, നീ രാത്രി കിടന്നിങ്ങനെ മുരളുന്നതൊക്കെ കേട്ടു, നിനക്കിനി വല്ല വയറുവേദനയുണ്ടോ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വയറിൽ തൊട്ട് നോക്കിയതാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നവ്യ ചോദിക്കുകയാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് ഒരു കുഴപ്പമില്ല, കുറേ നേരമായല്ലോ അഭി നീ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ മണിക്കൂറായല്ലോ, വയറുവേദനയുണ്ടോ, ഛർദിയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് അബി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അബി പറയുകയാണ്, അത് പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല, കാരണം ഈ കുഞ്ഞ് നന്നായിരിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ കെയർ ചെയ്യണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നവ്യ എന്ന് ചോദിക്കുകയാണ്. നവ്യ വേഗം തന്നെ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ട്, എനിക്ക് ഒരു ഡയമണ്ട് നെക്ലസ് വേണം. അപ്പോഴത്തേക്ക് അബി ചോദിക്കുകയാണ്, നീ എന്താ നവ്യ ഇങ്ങനെ പറയണത്, അല്ല കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീ ഡയമണ്ട് നെക്ലസിനെ കുറിച്ചൊക്കെയല്ല പറയുന്നത്. എൻ്റെ അബി ഇത് എത്ര മണിയായെന്നറിയാമോ, നിനക്കോ ഉറക്കൂല, എൻ്റെ ഉറക്കം കൂടെ കെടുത്തല്ലേ നിനക്കെന്ത് വല്ല വട്ടമായോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് നവ്യ വേഗം തന്നെ തിരിഞ്ഞു കിടക്കാണ് കേട്ടോ. തിരിഞ്ഞു കിടക്കാന്ന് വെച്ചാൽ നവ്യയുടെ ഉള്ളിലാണെങ്കിൽ ആകെ കൂടെ ടെൻഷനാണ്. കാരണം എങ്ങാനും തൻ്റെ വയറ്റിൽ ഇങ്ങനെ പാഡ് വെച്ച് കെട്ടിയിരിക്കുക എന്നുള്ളത് അബി അറിയൂല. തൊട്ടെങ്ങാനും നോക്കുമോ ഓർത്തിട്ട് നവ്യ അങ്ങോട്ട് പൊതഞ്ഞു മൂടി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാണ് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും ആകെ കൂടെ ടെൻഷനാവുകയാണ്. ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ, അബോഷൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ലല്ലോ ഇവള്, എന്താണിത് എന്നൊക്കെ അങ്ങനെ അബിയും ചിന്തിക്കുകയാണ്. അടുത്ത സീനിൽ ജലജേനെയാണ് കാണിക്കുന്നത്. ജലജയാണെങ്കിൽ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത ജലജയ്ക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ ആണെങ്കിൽ അത് കേൾക്കുന്നുമില്ല. ഇനി അബി വിളിക്കുന്നുമില്ല, അബീനെ വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല. എന്തായാലും അബിയുടെ റൂം വരെ ഒന്ന് ചെന്ന് നോക്കാം, എന്തായി അവിടെ കാര്യങ്ങളെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ജലജ പതിയെ പമ്മി ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് അബിയുടെ റൂമിലേക്ക് പോവാം കേട്ടോ. അതേസമയം തന്നെ നമ്മുടെ കനകദുർഗയാണെങ്കിൽ കണ്ണു തുറന്നിട്ടുണ്ട്. ഇവളെന്തോ പദ്ധതി ഒപ്പിക്കാനായിട്ടാണ് ഈ പമ്മി പോയേക്കണത്, എന്തായാലും അവളുടെ പിന്നാലെ വെച്ച് പിടിക്കാം എന്ന് നമ്മുടെ കനകദുർഗയും വിചാരിക്കാം കേട്ടോ. ജലജയാണെങ്കിൽ പമ്മി ചെന്ന് നമ്മുടെ അബിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബിയുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാത് കൂർപ്പിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് കേൾക്കാൻ പറ്റുമോ, ഇനി എങ്ങാനോ ഒക്കെ അബോഷനായിട്ട് അവരകത്ത് വെച്ച് തന്നെ എന്തെങ്കിലും പരിഹരിക്കുകയാണോ, അല്ലെങ്കിൽ പിന്നെ അവൻ എന്തായിരിക്കും ഉറങ്ങിപ്പോയോ, എന്താ അവിടെ നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
നിൽക്കുകയാണ്. അതേസമയം തന്നെ ജലജ വിചാരിക്കുകയാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ, എന്തായിരിക്കും അവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ കനകദുർഗ പമ്മി ജലജയുടെ പുറകെ ചെന്നിട്ട് ജലജയോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ ജലജ പറയുകയാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തിരിയുന്നതും ആരുടെ മുഖത്തേക്കാണ്? കനകദുർഗയുടെ മുഖത്തേക്കാണ് നോട്ടം വന്നത്. ഉടനെ തന്നെ ജലജ ആകെ കൂടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ അവസ്ഥയിൽ ജലജ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ്, ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഇത്തിരിയെങ്കിലും എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര കച്ചറയായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങളുടെ മോനും മരുമോളും ഉറങ്ങുന്ന ആ റൂമിൽ വന്നിട്ട് എത്തി നോക്കാനായിട്ട്? അപ്പോഴേക്കും ജലജ പറയാണ്, കനകെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഇവിടുന്ന് ഒരു ഒച്ച കേട്ടതുകൊണ്ടിട്ടാണ് ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയെന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ്, ഒച്ചയല്ലേ, അതൊക്കെ റൂമിൽ നിന്ന് കേൾട്ടെന്ന് വരും, അതെന്തും പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ എത്തി നോക്കുന്നതാണോ മാനേഴ്സ്? നിങ്ങൾ പറയാറുണ്ടല്ലോ ആർക്കും മാനേഴ്സ് ഇല്ല, ആരും നല്ല കുടുംബത്തിലല്ല. നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണല്ലേ. നിങ്ങളതേ ചെന്ന് മാനേഴ്സ് എന്താണെന്നുള്ളത് പഠിക്ക്. എൻ്റെ പൊന്നോ, ഇത്രയും മാനേഴ്സ് ഇല്ലാത്തവരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചില്ല. ലോകത്തെ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ സ്വന്തം മോനും മരുമോളും കിടക്കുന്ന റൂമിൽ എത്തി നോക്കുന്ന തള്ള. ഇത്ര വൃത്തിയുടെ സ്ത്രീയാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെ, ഞാനെങ്ങനെ അവരുടെ റൂമിലൊന്ന് ഒളിഞ്ഞു നോക്കിയതൊന്നല്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും കനക പറയണം, അത് ശരി, അപ്പം ഞാൻ കണ്ടതാണ് മോശം, അല്ലെങ്കിൽ ഞാൻ കണ്ടത് ശരിയല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറയണം കേട്ടോ. അതേസമയം തന്നെ ചിലത് പറയണം, അതെ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാന്ന് പറയണം. അപ്പോഴത്തേക്കും കനക പറയണം, അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ വന്ന് എടുത്തോളും, അവരെടുത്ത് കുടിക്കാനും അവർക്കറിയാം. പിന്നെ നിങ്ങൾ എന്തിനാണ് വെറുതെ വന്നുകൊണ്ട് അവരുടെ റൂമിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? നിങ്ങൾ കിടന്ന് ഉരുളല്ലേ, നിങ്ങൾ എന്തെവിടെ കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കനക ജലജയോട് പറയാം കേട്ടോ. അതെ എടി, ഇതെൻ്റെ മോൻ്റെ റൂമാണ്, അപ്പം ഞാൻ പിന്നെ ഒളിഞ്ഞു നോക്കിയെന്ന് വിചാരിച്ചേ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ കനക പറയാണ്, നിങ്ങളെ ഒരു നല്ല ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും, ഇതുമാതിരി ഒരു വൃത്തികെട്ട സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ കനക അവിടെ നിന്ന് പോവുകയാണ്. ജലജയാണെങ്കിൽ അങ്ങനെ പറയാണ്, ഇവനോട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കൊന്നുമില്ല, എന്താന്നോട്ട് അറിയാനും പറ്റില്ല, അതേ വൃത്തികെട്ട സാധനമാണെങ്കിൽ ഇങ്ങനെ കാണുകയും ചെയ്തു, ഇപ്പം എന്ത് ചെയ്യാനാന്ന് പറഞ്ഞുകൊണ്ട് ജലജ നിൽക്കാട്ടോ. അപ്പോഴേക്കും കനക പറയാണ്, എൻ്റെ മക്കളെ സൗകര്യമായിട്ട് വിളി ജീവിക്കാൻ സമ്മതിക്കില്ല, ഇവക്കുള്ള പണി എന്തായാലും കൊടുക്കണം എന്നിങ്ങനെ കനക മനസ്സിൽ വിചാരിക്കേണ്ടോ. അടുത്ത സീനിൽ ആദർശിനെ നയനയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദർശം നയനയും കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയമാണ് കറണ്ട് പോയത്. അപ്പോൾ കറണ്ട് പോയപ്പോൾ ആദർശാണെങ്കിലോ എന്തൊരു ചൂടാണ്. ഫോണാണെങ്കിൽ നയനയുടെ അടുത്താളുടെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നയനയുടെ കഴുത്തിൻ്റെ അടുത്തൂടെ ചെന്നിട്ട് കൈയിട്ട് ഫോൺ എടുക്കാൻ നോക്കുകയാണ്. അതേസമയം തന്നെ നയന ചാടി എഴുന്നേക്കുക, അയ്യോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം പേടിച്ചു പോവുകയാണ്. ആദർശനോട് നയന ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ഇത്ര വൃത്തിയായിട്ടവരാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ പപ്പബദുള്ളതാണ്. ആദർശം പറഞ്ഞു, എന്തുദ്ദേശം, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നയന ചോദിക്കുകയാണ്, ഫോൺ ഇവിടെ അല്ലേ ഇരിക്കുന്നത്, അതിന് നിങ്ങൾ ഇങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടോ, എൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കേണ്ട കാര്യമുണ്ടോ, അപ്പുറം വഴി കൂടെ നിങ്ങൾക്ക് എടുത്താൽ പോരെ, നിങ്ങൾ എന്തിനും ഇങ്ങനെ കാണിച്ചത്, എനിക്കറിയാം നിങ്ങളെന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനായിട്ടല്ലേ ശ്രമിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശം പറയണേ, അയ്യേ നീ ഇത് എന്തൊക്കെ പറയണേ നയനെ, അനാവശ്യം പറയരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, രാവിലെയൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾ, രാത്രി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ തനി സ്വഭാവം ഞാനല്ലേ കാണുന്നുള്ളൂ എന്ന് പറയാൻ. അപ്പോഴത്തേക്കും നയനയുടെ ആദർശം പറയാണ്, നയനെ നീ അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ, ഞാൻ ഫോൺ എടുക്കാൻ നോക്കിയതാണ്, അല്ലാതെ നിന്നെ കെട്ടിപ്പിടിക്കാനോ നോക്കിയാലോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നയനയാണെങ്കിൽ ആദർശിനെ വെറുതെ ചൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നയന പറയണേ, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളുടെ എല്ലാ സ്വഭാവം എനിക്ക് മനസ്സിലായി, ഞാൻ നിങ്ങൾക്കൊരു ഷർട്ട് തന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നെ വളയ്ക്കാൻ ശ്രമിച്ചതാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശം പറയണം, അയ്യടാ വളക്കാൻ പറ്റിയൊരു മുതൽ, ഞാൻ നയനെ അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ എന്ന് പറയണം. അപ്പോഴത്തേക്കും നയന പറയാണ്, അതെ ആദർശേട്ടാ, നമ്മുടെ ഫോട്ടോ കിട്ടുമ്പോൾ ഈ റൂമിലൊന്ന് വെക്കണം കേട്ടോ എന്ന് പറയണം. അപ്പോഴത്തേക്കും ആദർശം പറയണം, പിന്നെ നിന്നെ കണ്ടിട്ടാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല, പിന്നെ നിൻ്റെ ഫോട്ടോ ഞാൻ മാത്രമല്ല ആദർശേട്ടാ, നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ, വേണ്ട അതൊന്നും പറ്റില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും നയന പറയണം, എങ്കിൽ പിന്നെ ഈ രാത്രി നടന്ന ഈ കാര്യം ഞാനേ നാളെ എല്ലാവരോടും പറയും, മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറയും. അപ്പോഴത്തേക്കും ആദർശം പറയണം, അയ്യേ നീ ഇതൊക്കെ പറയണേ നയനെ, പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ഇത് നടന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയണേ, അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ, ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഫോട്ടോ ഇവിടെ വെക്കണം, നമ്മുടെ ഫോട്ടോ ഇവിടെ വെക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഇക്കാര്യം ചെന്ന് നയന പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് ആദർശ് സമ്മതിക്കുകയാണ്, ഫോട്ടോ വെക്കാൻ സമ്മതിക്കുകയാണ് കേട്ടോ. ശരി നയനെ, 2-3 ഫോട്ടോ ഞാൻ അവിടെ തൂക്കിയേക്കാം നമ്മുടെ പോരേന്ന് വയ്ക്കുകയാണ്. അപ്പോൾ നയന പറയാം, എങ്കിൽ ശരി എന്ന് പറയണം. എങ്കിൽ പിന്നെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് നയന വയ്ക്കുകയാണ്, അല്ല ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആദർശ് വയ്ക്കുക, എന്ത് പ്രശ്നം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നീ ഒന്ന് പോയി, അല്ലാതെ ചേട്ടാ ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സേഫ്റ്റിക്ക് താഴെ ഇറങ്ങി കിടന്നോളാം, ഇനി എപ്പോഴും ഇങ്ങനത്തെ പരാക്രമങ്ങൾ കാണിക്കാൻ പോണേന്നുള്ളത് അറിയില്ലല്ലോ എന്ന് വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് ആദർശം പറയണത്, ഞാൻ എമ്മരിയൊക്കെ കയറി കിടന്നുറങ്ങിക്കോ, ഒരു വാതിരി വേഷം കിട്ടി പറയാനായിട്ട്, ഞാൻ എങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചോട്ട് പോലുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ.
അങ്ങനെ എന്തായാലും അവർ തമ്മിലുള്ള ആ ചെറിയൊരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവർ കിടക്കുകയാണ് കേട്ടോ. ആദർശാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നുറങ്ങുക കേട്ടോ. അപ്പം നയനയ്ക്ക് ചിരി വരികയാണ്. അപ്പം നയന മനസ്സിൽ പറയുകയാണ്, ആദർശേട്ടാ നിങ്ങൾ എത്ര എന്നോട് അകലാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിരിക്കും, പതിയെ പതിയെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് അടുക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ വിചാരിച്ച് നയന ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം തന്നെ ആദർശ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ അവളാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിച്ചു പോയി, അവൾ സത്യത്തിൽ പേടിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ ആദർശം ചിന്തിച്ച് കിടക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ നേരം വെളുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ ഇരിക്കപ്പുറതിയില്ല. ജലജ വേഗം തന്നെ അബിയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അടിച്ചു വരുന്നത് പോലെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അടിച്ചു വരുന്നത് പോലെ നിൽക്കാം, അവിടെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ജലജ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അബി ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ അടിച്ചു വരുന്നു. അപ്പോഴത്തേക്കും അബി ചോദിക്കുകയാണ്, അല്ല അമ്മ എന്തേ ഈ ചെയ്യുന്നത്, അമ്മയാണോ അടിച്ചു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, ഞാൻ അടിച്ചു വരല്ലടാ, നീ ചൂലിനടിക്കുക വേണ്ടേ, എന്താടാ ഞാൻ ഇന്നലെ ഫോൺ ചെയ്തിട്ട് നീ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അബി പറയണേ, ഫോൺ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഫോൺ എടുക്കാതിരുന്നതെന്ന് പറയട്ടോ. എന്ത് വെച്ചിട്ടാ മോനെ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അബി പറയണം, പോവും, ഞാൻ ഇന്നലെ രാത്രി ഉറക്കമുളച്ചിരുന്നു, എന്നിട്ടും അവൾക്കൊരു കുലുക്കുണ്ടായിരുന്നില്ല, എൻ്റെ ഉറക്കം പോയി എന്നല്ലാണ്ട് എന്ത് പറയാനായിട്ടാ, ഇനി എങ്ങാനും അമ്മ ആ മരുന്ന് കലക്കാതിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എടാ അബി, ഞാൻ എന്തെങ്കിലും പറയൂട്ടോ, ഞാൻ അങ്ങനെ മരുന്ന് കലക്കാതിരിക്കുമോ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവളുടെ വയറ്റിലെ ജന്തു പോകുന്നില്ലല്ലോ. എടാ ഇന്നലെ അവൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടായില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അബി പറയാണ്, എന്താ അസ്വസ്ഥത ഉണ്ടാവാൻ, ഞാൻ ഇന്നലെ ഉറക്കമുളച്ച് ഇവിടെ തന്നെ നോക്കി നിന്നു, അവളാണെങ്കിൽ കൂർക്കം വലിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങി, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവൾ ഉറങ്ങൂലല്ലോ, അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. അതേസമയം തന്നെ ജലജ വയ്ക്കുകയാണ്, അല്ല നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കാഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതമ്മേ ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് പറയാണ്. ഇന്നലെ ഞാനാണെങ്കിൽ നിന്നെ എത്ര തവണ വിളിച്ചെന്നറിയോ, നീയാണെങ്കിൽ ഫോൺ എടുക്കാത്ത കാരണം ഞാൻ ആകെ കൂടെ ടെൻഷൻ അടിച്ച് ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് എന്താണെന്നുള്ള അറിയാമെന്ന് വിചാരിച്ച് നോക്കിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ദേടാ കനക കണ്ടൂടാ, അവൾ കണ്ട് എന്നോട് പറയാണ്, നീ നിൻ്റെ മോൻ്റെയും മരുമോളുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ തെറ്റിദ്ധരിച്ച് എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും അബി പറയാണ്, അയ്യോ അവരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, പിന്നെ അവരങ്ങനെ പറയാതെ എന്തായാലും അമ്മ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ അവളെ വിളിച്ച് എത്ര തവണ ചോദിച്ചു എന്നറിയോ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അവസാനം അവൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി, അബിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്തായാലും അവളുടെ വഴി കിടക്കുന്ന കുഞ്ഞിന് യാതൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ജലജ പറയാണ്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, നമ്മുടെ പ്ലാനൊക്കെ പാളിയല്ലടാ, വളകാപ്പിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അവൾക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ അമ്മ കൊടുക്കും, അതൊന്നും കൊടുപ്പിക്കരുത്, അതെല്ലാം നമ്മുടെ കൈക്കലാക്കണം, അതിക്ക് മുമ്പായിട്ട് എന്തെങ്കിലും അവളെ ചെയ്തേ പറ്റുള്ളൂ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നവ്യ നല്ല ഒച്ചത്തിൽ കരയാ കേട്ടോ. അപ്പോഴത്തേക്കും ജലജ പറയാണ്, എതേടാ അവൾ കരയുന്നു, എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ഇന്ന് രാവിലെ ഇരിക്കുള്ളൂ, എന്തായാലും അബോഷം സംഭവിച്ചിരിക്കുന്നത്, അത് കണ്ട് പേടിച്ചായിരിക്കുള്ളൂ അവൾ കരയുന്നത്, എന്തായാലും ചെല്ലടാ അബി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഒച്ചയുടെ കേട്ടോ. അങ്ങനെ അവർ ഓടിച്ചെല്ലാണ്, എന്താ നവ്യ നിനക്ക് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അത് പിന്നെ എനിക്ക് സംഭവിച്ചു, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും അബി ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്താ പറ്റിയത്, അപ്പോൾ ജലജ ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്, നീ കാര്യം പറയാമെന്ന് പറയാണ്. അത് പിന്നെ ബാത്റൂമിൽ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ വിചാരിക്കുകയാണ്, ബാത്റൂമിൽ വല്ല ആഘോഷം നടന്നിട്ടുണ്ടാവും, അത് കണ്ടിട്ട് പേടിച്ചിട്ടായിരിക്കുള്ളൂ ഇവളിങ്ങനെ കരയുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ വലിയൊരു ഓന്തുവല്ലി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഓന്തുവല്ലിയോ, ഇത് കണ്ടിട്ടാണോ നീ ഇങ്ങനെ കരഞ്ഞത്, ഇവരുടെ പ്രതീക്ഷ മുഴുവൻ പാളിപ്പോയി, കാരണം അമ്മയും മോനും വിചാരിച്ചത് ആഘോഷം സംഭവിച്ചതിൻ്റെ വിഷമത്തിൽ അല്ലെങ്കിൽ വേദനയിലൊക്കെ കരയായിരുന്നാണ്, പക്ഷേ പല്ലീനെ കണ്ടിട്ടാണ് ആൾ കരഞ്ഞത്. അപ്പോഴത്തേക്കും ജലജ ചോദിക്കുകയാണ്, അല്ല നിൻ്റെ വീട്ടിൽ ഈ പല്ലിയൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. പല്ലീനെ പേടിയുള്ള നീ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വളർത്തണേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ നവ്യ ചോദിക്കണം, അല്ലേ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പേടിയുണ്ടാവില്ലേ, നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഓരോന്ന് പേടി, അതുപോലെ തന്നെ എനിക്ക് പണ്ടേ മുതലേ പല്ലീനെയൊക്കെ നല്ല പേടിയാണെന്ന് പറയാം കേട്ടോ. അബി അതിനെങ്ങനെയെങ്കിലും എടുത്ത് കളാ അബി, എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതേസമയം തന്നെ അബിക്കാണെങ്കിലും തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി, ജലജയ്ക്കാണെങ്കിലും പ്രതീക്ഷകളൊക്കെ തെറ്റി തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ അവർ നിൽക്കാൻ കേട്ടോ. നവ്യ അബിയോട് പറയാണ്, അബി എങ്ങനെയെങ്കിലും ആ പല്ലീനൊന്ന് പിടിച്ച് കളാ അബി, എനിക്ക് ആകെ കൂടെ പേടിയായിട്ട് എന്ന് പറയാട്ടോ. അതേസമയം തന്നെ ജലജ പറയാണ്, അതെ പല്ലീനെ ഓന്തിരിയൊന്നും പേടിച്ചിട്ടൊരു കാര്യമില്ല, അവരൊന്നും നമ്മളൊന്നും ചെയ്യില്ല, നീയും നിൻ്റെ ചേച്ചിയുമാണ് എല്ലാവരെയും ഉപദ്രവിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതുവരെയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി വിശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ.